സോഫ്റ്റ് ആയിട്ടുള്ള ബിസ്ലസി കോട്ടൺ ഫാബ്രിക്കിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന നല്ല ഷിഫോൺ ദുപ്പട്ടയാണ്. നല്ല രസമായിട്ടാട്ടോ വരുന്നത്. അതായത് നമുക്കൊരു സെമി മൊഡാൽ ഫിനിഷൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഫാബ്രിക്കിൽ. നമ്മൾ മൊഡാൽ കോട്ടണിൽ കാണുന്ന സൽവാറിൻ്റെ ആ ഒരു ഫിനിഷൊക്കെ വരും. ബേസ് കളർ ലൈറ്റ് ഗ്രീൻ വന്നിട്ട് ബ്ലൂവും പിങ്കും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റ് വരുന്നത്. ബോട്ടം നമുക്ക് സിഗ്സാഗ് ഡിസൈനിൽ കോട്ടൺ ബോട്ടം സെയിം തന്നെ വരും. അതുപോലെ ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന മസ്റ്റർഡ് യെല്ലോയും ഗ്രേയും പിങ്കും കൂടിയാണ്. അടുത്ത നമുക്ക് നല്ലൊരു പീച്ചും പിങ്കും ഗ്രേയും കൂടിയാണ് വരുന്നത്. 3 ഷെയ്ഡ്സിലാണ് ഈ സൽവാർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോകാം. ാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത്. ബേസ് കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് ഒരു ഗ്രീൻ വന്നിട്ട് അതിൽ ചെറിയ ചെറിയ പ്രിൻ്റാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക്കാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ബാക്കിലും നമുക്ക് സെയിം തന്നെയാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ദുപ്പട്ട പാറ്റേൺ. സെൻറ്ററിൽ നമുക്ക് സിഗ്സാഗ് ഡിസൈൻ വരും. ഇങ്ങനെ ഫുള്ളായിട്ടും നല്ല സോഫ്റ്റ് ഷിഫോൺ ദുപ്പട്ടയാണ്. എൻഡിലേക്ക് വരുമ്പം ടോപ്പിൻ്റെ ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു ദുപ്പട്ട പാറ്റേൺ വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് സെയിം ടോപ്പിൻ്റെ ഫാബ്രിക്കിൽ തന്നെ ഈ ഒരു ദുപ്പട്ടയുടെ ഡിസൈൻ തന്നെ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു മസ്റ്റേർഡ് യെല്ലോ ടോണിലാട്ടോ വന്നേക്കുന്നത്. നല്ല രസമായിട്ടുള്ള ടോണാണ് യെല്ലോയിൽ. എന്നിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റാണ്. നേരത്തെ കണ്ടപോലെ തന്നെ ചെറിയ പ്രിൻറ്റിൽ ഒരു പിങ്ക് ടോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും നമുക്ക് ആ ഒരു സിക്സാക് ടോൺ തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് ഈ ഒരു സൽവാറിൻ്റെ ഡിസൈൻ വരുന്നത്. ഇത് നമുക്ക് സെയിം പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് പീച്ച് കളർ ടോണിലാണ് വന്നേക്കുന്നത്.